Good morning, students. Today we are going to discuss about the Act 1 of the play Naga Mandala. We already learned about the prologue of the play in our previous class. Before we enter to our play Act 1, we have to understand the characters of in this play. The main important character of this play is Rani, the hero of this play, and her husband Appanna. And there are another two characters. There are the first one, the Kurdeva. Kurdeva actually the Appanna's mother's friend. And there is another character, Kappanna. It is who is actually the son of Kurdeva. These are the important characters come in this play, Act 1 or Act 2. So here in prologue we already discussed that the story, a character who told the story about Rani and her life incidents. So when the story when the Act 1 is begin, we can see that there is a locked door of a house with a yard in front of the house, and on the right an enormous anthill. The interior of the house, the kitchen, the bathroom as well as Rani's room is clearly seen. So here the story begins with describing the beauty of young girl named Rani. Actually her name was Rani. This name suggested by her parent. The meaning of her name was Queen. Rani, that means Queen. Queen of the whole wide world. Queen of the long tresses, for when her hair was tied up in a knot. So when the story begins, we can see that നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഒരു ഹൗസ് ഉണ്ട്. ആൻഡ് ഈ ഹൗസിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു ആൻറ്റി ഹില്ലുണ്ട്. ആൻറ്റി ഹില്ല് മീൻസ് നമുക്ക് മലയാളത്തിൽ പറയാം ഈ പുറ്റ്, പാമ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ മണ്ണിൻ്റെയൊക്കെ വലിയൊരു പുറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ആൻറ്റി ഹിൽ. ഈ ഒരു സംഭവം കൂടെ അവിടെ ഉണ്ട്. പിന്നെ ഈ സ്റ്റോറി ഈ ഒരു ടെയിൽ പറയുമ്പോൾ അതിൽ മെയിൻ ഫസ്റ്റ് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇതിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് റാണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. റാണി എന്ന് പറയുന്നത് നമുക്ക് മലയാളം മീനിങ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും റാണി എന്നുള്ളത് ആക്ച്വലി എന്താണ്, ഒരു ക്യൂൻ എന്ന വേർഡിലാണ് അവരുടെ പാരൻസ് പേര് അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവൾ എങ്ങനെയായിരുന്നു, വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ് ലേഡിയാണ്. സോ അവൾക്ക് എന്തൊരു ഹാസ് എ ലോങ് ഹെയർ ഉണ്ട്, വലിയ ലോങ് ഹെയേഴ്സ് ദാറ്റ് ടൈഡ് അപ്പ് ദ നോട്ട്. ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ലോങ് ഹെയറുള്ള ഒരു വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ് ലേഡിയാണ് റാണി. സോ her hair was hung loose, the tresses flowed a torrent of the black long her young limb that got entangled in her silver anklet. അവളുടെ ഹെയറിൻ്റെ ലോങ് ഇവിടെ പ്ലെയറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ ട്രെസ് ഫ്ലോഡ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ ടോറൻറ്റ് ഓഫ് ബ്ലാക്കിൻ്റെ ഒരു പ്രവാഹം പോലെയാണ്, ഫ്ലോയിങ് ആണ്. സോ ഇതിൻ്റെ ഒരു ലോങ് എന്ന് പറയുമ്പോൾ എവിടെ വരെയുണ്ട്, സിൽവർ ആംഗ്ലറ്റിൽ വരെ, അതുവരെ ഉള്ള അത്രയും കാലിൻ്റെ അടി വരെയുള്ള ഒരു ലോങ് ഹെയർ ആയിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ് ലേഡി ആയിരുന്നു ദിസ് റാണി എന്ന് പറയുന്ന ക്യാരക്ടർ. സോ റാണി ആക്ച്വലി ഷീ ഡിഡ് മാരീഡ് വിത്ത് ദ മാൻ നെയ്മഡ് അപ്പണ്ണ എന്ന് പറയുന്ന ഒരാളായിട്ട് ആക്ച്വലി അവൾ മാരി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഒരു പ്യൂബർട്ടി എത്തുന്നത് വരെ അല്ലെങ്കിൽ ഒരു വുമൺഹുഡ് എത്തുന്നത് വരെ അവരുടെ നിയമം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പണ്ട് നിയമപ്രകാരം ഫസ്റ്റ് ഓൾറെഡി നമ്മൾ മാരേജ് ചെയ്യും, ബട്ട് അവരുടെ ഹസ്ബൻഡിലെ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് പ്യൂബർട്ടി എത്തണം, ഒരു വുമൺഹുഡിലേക്ക് എത്തണം, അതുവരെ വെയിറ്റ് ചെയ്യാണ്. സോ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഷീ ലിവ്ഡ് വിത്ത് ഹർ പാരൻറ്റ്, അവളുടെ പാരൻസിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്.
Soon her husband come and took her with him to his village. His name was Appanna. സോ ഈ ഒരു സമയത്ത് ഷീ ബിക്കെയിം അവർ കംപ്ലീറ്റ്ലി ഷീ ബിക്കെയിം എ വുമൺ, അവളൊരു വുമൺ ആയി തീർന്നതിന് ശേഷം ഹർ ഹസ്ബൻഡ് കം ബാക്ക് ടു ഹർ പാരൻ്റ് അവളുടെ വീട്ടിലേക്ക് വരികയും ദെൻ അവളെ എവിടേക്ക് കൊണ്ടുവന്ന് ടുക്ക് ഹർ വിത്ത് ഹിം, ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. ആൻഡ് ഹസ്ബൻഡ് നെയിം വി ഓൾറെഡി സെഡ് ഇറ്റ് ഈസ് അപ്പണ്ണ. So when this story begins we can see that അവരുടെ മാരേജ് ആണ്. അപ്പണ്ണ അവളെ കല്യാണം കഴിഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഒരു മാലയൊക്കെ ഇട്ടിട്ട് രണ്ടാളും പോകുന്നൊരു സീനാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദെൻ ആഫ്റ്റർ റീച്ച്ഡ് അറ്റ് ദെയർ ഹോം, അവരുടെ ഹോമിലേക്ക് എത്തിയതിന് ശേഷം അപ്പണ്ണ അവളുടെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അപ്പണ്ണ അവരോട് പറയുന്നൊരു കാര്യം റാണിയോട് പറയുന്നുണ്ട്. ഐ വിൽ ബാക്ക് ടുമോറോ അറ്റ് നോൺ, കീപ് മൈ ലഞ്ച് റെഡി, ഐ ഷാൽ ഈറ്റ് ആൻഡ് ഗോ. ഫസ്റ്റായിട്ട് ഒരു മാരേജ് കഴിഞ്ഞൊരു ന്യൂ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു നോർമലി ഒരു വുമനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടായിട്ടുള്ള ക്യൂരിയോസിറ്റി, ആങ്ഷ്യസ്, അതുപോലെ തന്നെ ഒരു ഡ്രീംസ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇൻ ദ കേസ് ഓഫ് റാണിയുടെ കേസിലെന്ന് പറയുമ്പോൾ അവളുടെ ഹസ്ബൻഡ് അവളോട് പറയുന്നത് എന്താണ്? ഐ വിൽ ബാക്ക് ടുമോറോ അറ്റ് നൂൺ, ഞാനിനി ഉച്ചയ്ക്ക് ടുമോറോ അറ്റ് നൂണിൽ മാത്രമാണ് ഞാൻ തിരിച്ചു വരിക, അതുകൊണ്ട് ഞാൻ വരുമ്പോഴേക്കും ലഞ്ച് റെഡിയാക്കി വെക്കണം എന്നുമാണ് ആദ്യം തന്നെ പറയുന്നത്. സോ എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഞാൻ ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഞാൻ പോകും, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദെൻ വാട്ട് ഹാപ്പൻഡ്? റാണി ലുക്ക് അറ്റ് ഹിം നോൺ പ്ലസ്ഡ്. He pay no attentions to her, goes out, shut the door, lock it in from the outside and goes away. She ran to the door and pushes and fight it, locked, peers out of the barred window. He is gone. ഇത് പറഞ്ഞിട്ട് റാണീനെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഹീ ഈസ് വെൻറ്റ്, ഇയാൾ പോയി. സോ ദിസ് ടൈം റാണി ഈസ് കംപ്ലീറ്റ്ലി സർപ്രൈസസ് ആവുകയാണ്. ആൻഡ് ബിക്കോസ് ഹി പേ നോ അറ്റൻഷൻ ടു ഹർ, അവളേക്ക് ഒരു ശ്രദ്ധയും ഇവളുടെ ഹസ്ബൻഡ് കൊടുക്കുന്നില്ല. ആൻഡ് ഹീ ഷട്ട് ദ ഡോർ, ഷട്ട് ചെയ്യുന്നു, ദെൻ ലോക്ക്ഡ് ദ ഡോർ ആൻഡ് ഗോസ് അവേ. ആൻഡ് ഷീ റാൻ ദ ഡോറിൻ്റെ അടുത്തേക്ക് ഇവൾ ഓടിപ്പോകുന്നു, പുഷസ് ഇറ്റ്, ദ ഡോർ പുഷ് ചെയ്യുന്നു, ബട്ട് she find that the door is already locked. ലോക്ക് ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഹസ്ബൻഡ് അവിടുന്ന് പോയിട്ടുള്ളത്. സോ ഷീ ഈസ് peered through the വിൻഡോസിൻ്റെ അല്ലെങ്കിൽ ജനവാതിലിൻ്റെ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അടുത്ത് വന്നിട്ട് ഔട്ട് സൈഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. ബട്ട് ഹീസ് ഗോൺ. അപ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു. സോ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, ലിസൺ പ്ലീസ് എന്ന് അതിലൂടെ ഇങ്ങനെ വിൻഡോസിലൂടെ പീഡ് ചെയ്തിട്ട് അവൾ നോക്കിയിട്ട് പറയുന്നുണ്ട്. ബട്ട് ഹെഡ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല? നെവർ മൈൻഡ് ഇറ്റ്, ഹീ ഈസ് ഗോൺ, അയാൾ പോയി. സോ പിന്നെ വാട്ട് ഈസ് ദ കണ്ടീഷൻസ് ഓഫ് ദ റാണി എന്ന് ചിന്തിച്ച് നോക്കുക. ഷീസ് ന്യൂലി വെഡ് ആയിട്ടില്ലെങ്കിൽ ഒരു ന്യൂ ബ്രൈഡാണ്. സോ അവളുടെ പിന്നെ ഓൺലി 15 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഷീ കനോട്ട് ഈവൻ വീപ്പ്. ഷീ ഗോസ് ആൻഡ് സിറ്റ് ദ കോർണർ ഓഫ് ഹർ റൂം, ടോക്ക് ടു ഹർ സെൽഫ് ഇൻഡിസ്റ്റിങ്ക്ട്ലി. ഹെർ വേർഡ്സ് ബിക്കെയിം ഡിസ്റ്റിങ്ക്റ്റ് ആസ് ദ ലൈറ്റ് ഡിംസ് ഇറ്റ് ഈസ് നൈറ്റ്. അങ്ങനെ ഗോസ് ടു ആൻഡ് സിറ്റ് ദ കോർണർ ഓഫ് ദ റൂമിൻ്റെ കോർണറിൽ പോയിട്ട് ബിഗാൻ ടു വീപ്പ്. കരയാണ് അവിടെ ഇരുന്നിട്ട്. ആൻഡ് ഹെർ വേർഡ്സ് ബിക്കെയിം ഡിസ്റ്റിങ്ക്റ്റ് ആസ് എ ലൈറ്റ് ഡിം ഇറ്റ് ഈസ് ദ നൈറ്റ്. അങ്ങനെ രാത്രിയായി, ലൈറ്റൊക്കെ ഡിമ്മായി രാത്രിയോടടുക്കാണ്. സോ അവൾ സ്വയം സംസാരിക്കുന്നുണ്ട്. ഹെർസെൽഫ് ടോക്കിംഗ്, സ്വയം സംസാരിക്കുന്നുണ്ട്. വേർ ആർ യു ടേക്കിംഗ് മീ? അവൾ സ്വയം മൈൻഡിൽ ഇങ്ങനെ ഒരു സങ്കല്പിക്കുകയാണ്, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ. ആൻഡ് ദ ഈഗിൾ ആൻസർ, ഒരു പരുന്ത് വന്ന് സ്വപ്നത്തിലല്ലെങ്കിലും ഒരു ഡേ ഡ്രീമിലാണ് ഒരു ഈഗിൾ വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ബിയോണ്ട് ദ 7 seas and 7 isles, and on the 7th island is a magical garden. Then the garden stand the trees of the emeralds, and that trees your parents wait for you. So Rani says, do they? Then please take me to them immediately. Here I come. So the eagle carries her clear across the 7 seas.
ഇവളിങ്ങനെ ഒരു ഡേ ഡ്രീംസിലൂടെ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ തോന്നുക. അപ്പോൾ ആ ടൈമിൽ ഇവൾ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണോ ഇനി അവർ സ്വയം ഹെർസെൽഫ് ടോക്കിംഗ് ആണോ എന്ന് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എനിവേ ഇവൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഈഗിളാണ് ഇവളുടെ ആൻസർ പറയുന്നത്. ഒരു 7 സീയുടെയും 7 ഐലൻഡേയും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു മാജിക്കൽ ഗാർഡൻ ഉണ്ട്. ദർ ഈസ് എ ഐലൻഡ് ഈസ് എ മാജിക്കൽ ഗാർഡൻ. ഇൻ ദാറ്റ് ഗാർഡൻ, ആ ഗാർഡനിലൊരു എമറാൾഡ്സ്, ട്രീസ് ഓഫ് എമറാൾഡ് എന്ന് പറയുന്നുണ്ട്. ബ്രൈറ്റ് ഗ്രീൻ കളർ സ്റ്റോൺ, കല്ലാണ്, എമറാൾഡ് സ്റ്റോണാണ്. അതിൻ്റെ ഒരു ട്രീ ഉണ്ട്. അണ്ടർ ദാറ്റ് ട്രീസ്, ആ ട്രീസിൻ്റെ താഴെ യുവർ പാരൻറ്റ്സ് വെയിറ്റിംഗ് ഫോർ യു, നിൻ്റെ പാരൻറ്റ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ റാണി പെട്ടെന്ന് ഇതിങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ സ്വപ്നത്തിലാണെങ്കിൽ പോലും അവർ അവിടെ ഉണ്ടോ എന്ന് എന്നെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിക്കൂ എന്ന് പറയാണ്. സോ ദ ഈഗിൾ ക്യാരീസ് ഹെർ ക്ലിയർ അക്രോസ് 7 സീസ്. അങ്ങനെ അവൾ ഈഗിൾ വന്നിട്ട് ഇവിടെ 7 സീയും 7 കടലെ അപ്പുറത്തേക്ക് അവിടെ ക്യാരി ചെയ്ത് പോവുക. ഫൈനലി ഷീസ് ഫാൾ സ്ലീപ്പ്. അങ്ങനെ റാണി അങ്ങനെ ഉറങ്ങിപ്പോയി, ഉറക്കത്തിലേക്ക് പോയി. എന്നിട്ട് പിന്നെ ഉറക്കത്തിലുള്ള സംഭവമാണെങ്കിൽ ഡ്രീമിലുള്ളതാണ് പറയുന്നത്. ഓ മദർ, ഫാദർ ഇൻ ഹർ സ്ലീപ്പ് ഇറ്റ് ഗെറ്റ് ലൈറ്റ് ഷി വേക്ക് അപ്പ് വിത്ത് ദ ഫ്രൈറ്റ് ആൻഡ് ലുക്ക് അറൗണ്ട്, ദെൻ റൺസ് ടു ദ റൂംസ് ആൻഡ് മൈംസ് ദ പ്ലഷിംഗ് വാട്ടേഴ്സ് ഓഫ് ഹർ ഫ്രേസസ് ആൻഡ് ഗോസ് ഇൻ ടു ദ കിച്ചൺസ് ആൻഡ് സ്റ്റാർട്ടിംഗ് കുക്കിംഗ് അപ്പണ്ണ. And Appanna comes, open the lock on the front door and come in, goes to the bathroom, mimes bathing, then comes to the kitchen and sits down to eat, and she serve him food. അവർ ഈ ഒരു സെൽഫ് ടോക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ഡേ ഡ്രീമിലൂടെയോ പെട്ടെന്ന് ഇവളങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നു. ദെൻ ഷീസ് മോൺസ്, ഉറക്കത്തിൽ ഓ ഫാദർ മദർ എന്ന് മോൺ ചെയ്യുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മളൊരു സാഡായിട്ട് വിളിക്കുന്നതിനാണ് നമ്മൾ മോൺ എന്ന് പറയാം. പെട്ടെന്ന് ഇവൾ ഷീ സഡൻലി വേക്കപ്പ്, പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുകയാണ് ഉറക്കത്തിൽ നിന്നും. ദെൻ പിന്നെ ഇവൾ റാൻ ടു ദ ബാത്റൂമിലേക്ക് പോയിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ദെൻ ഗോസ് ടു ദ കിച്ചണിലേക്ക് പോകുന്നു. സെർവ് ദ ഫുഡ് സെർവ് ചെയ്യുന്നു. ദിസ് ടൈം ദ അപ്പണ്ണ കംസ്, ഹർ ഹസ്ബൻഡ് അപ്പണ്ണ വരുന്നു. ആൻഡ് ഷീ സെർവ്ഡ് ഹിം ദ ഫുഡ്, അയാൾക്ക് വേണ്ടി റാണി എന്ത് ചെയ്യുന്നു, ഫുഡ് സേവ് ചെയ്യുന്നു. അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Then what happened? Then we can see the conversation between Rani and Appanna. അപ്പണ്ണയും റാണിയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ ഉണ്ട്. റാണി അവിടെ അപ്പണ്ണയോട് പറയുന്നത്, ലിസൺ ഐ ഫീൽ ഫ്രൈറ്റൻ അലോൺ അറ്റ് നൈറ്റ്. അപ്പോൾ റാണി ഇവിടെ പറയാണ് അപ്പണ്ണനോട്, ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്കൂ, ലിസൺ, എനിക്ക് കഴിഞ്ഞ രാത്രി ഞാൻ ഒറ്റക്കായിരുന്നു, അലോൺ അറ്റ് നൈറ്റ്. എനിക്ക് ഭയങ്കര ഫ്രൈറ്റൻ, ഞാൻ പേടിച്ചു, വല്ലാണ്ട് പേടിച്ചു, ഞാൻ ഒറ്റക്കായിരുന്നു എന്ന് പറയാം. സോ അപ്പണ്ണ അതിന് റീപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണ്, വാട്ട് ഈസ് ദർ ടു ബി സ്കെയർഡ് ഓഫ്, ജസ്റ്റ് കീപ് ടു യുവർ സെൽഫ്, നോ വൺ വിൽ ബി ബോദർ യു റൈസ്. അപ്പോൾ അപ്പണ്ണ റീപ്ലൈ കൊടുക്കുന്നത്, എന്തിനാ നീ എത്ര വലിയ പേടിക്കേണ്ട ആവശ്യം എന്താ, നീ കെയർ ആയിട്ട് അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് യുവർ സെൽഫ് നല്ല കെയർ ആയിട്ട് നിൽക്കുക. ആൻഡ് ഒരുത്തനും നിന്നെ നോ വൺ ബോദർ യു, നിന്നെ ആരും തന്നെ മെയിൻ ചെയ്യാനോ ഒരു ശല്യത്തിനും ആരും വരില്ല. ആൻഡ് അഗെയിൻ റാണി പറയുന്നു, പ്ലീസ് യു കുഡ് ദ അപ്പണ്ണ ലുക്ക്, ഐ ഡോണ്ട് ലൈക്ക് ഐഡിൽ ചാറ്റർ, ഡു ആസ് ദേ ആർ ടോൾഡ്, യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ റാണിക്ക് വീണ്ടും ഭയങ്കര, ബിക്കോസ് ഷീസ് ഓൺലി 15 ആയിട്ടുള്ളൂ. സോ അവൾക്ക് ഫ്രൈറ്റൺ ആണ് രാത്രി ഒറ്റയ്ക്ക് നിൽക്കാം. അപ്പോൾ റാണി പ്ലീസ് എന്നെ യു കുഡ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ എഗെയിൻ അപ്പണ്ണ പറയുന്നുണ്ട്, എനിക്ക് ഈ വെറുതെ ഐഡിൽ ചാറ്റേഴ്സ് എനിക്കിഷ്ടമല്ല, വെറുതെ അങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ നീ ചെയ്താൽ മതി, ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ നീ മനസ്സിലാക്കുക, അത് ചെയ്യുക. ഡു യു ആർ ടോൾഡ്, യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഹീ കംപ്ലീറ്റഡ് ഹിസ് മീൽ ആൻഡ് ഗെറ്റ് അപ്പ്. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ദെൻ വീണ്ടും റാണിനോട് പറയാണ്, ഐ വിൽ ബി ബാക്ക് ടുമോറോ ഫോർ ലഞ്ച്. ഞാൻ ഇനിയും രാത്രി ടുമോറോ ലഞ്ചിന് വേണ്ടി ഈ ടൈമിൽ തന്നെയാണ് വരുള്ളൂ. എങ്ങനെ അപ്പണ്ണ വാഷസ് ഹിസ് ഹാൻഡ് ആൻഡ് ലോക്ക് ഹെർ ഇന്നർ ഗോസ് എവേ. റാണി വാച്ചസ് ഹിം ബ്ലാങ്ക്ലി ത്രൂ ദ വിൻഡോസ്. എന്നിട്ട് അപ്പണ്ണ അയാളുടെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ദെൻ ലോക്ക്ഡ് ദ റൂം. ആൻഡ് റാണി എന്ത് ചെയ്യാണ്, ബ്ലാങ്ക്ലി ത്രൂ ദ വിൻഡോസിലൂടെ ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കുകയാണ്. വിൻഡോസിലൂടെ ഇങ്ങനെ ഹസ്ബൻഡ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. സോ
ദെൻ പറയുന്നുണ്ട് റാണി ഈസ് ദെൻ ഗോസ് ടു ദ കിച്ചൺ സ്റ്റാർട്ട് കുക്കിംഗ് ആൻഡ് ടോക്ക് ടു ഹേർസെൽഫ്. വീണ്ടും റാണി അവളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. റാണീസ് പാരൻസ് എംബ്രേസ് ഹെർ ആൻഡ് ക്രൈ. ദേ കിസ്സസ് ഹെർ ആൻഡ് കയേഴ്സ് ഹെർ. At night she sleep between them, so she is not frightened anymore. Don't worry, they promise her. We won't let you go away again ever. In the morning, the stage with the golden antlers comes the door. He call out the Rani. She refuses to go. I am not a stag, he explained. I am a prince. So we can see that Rani is സ്വയം വീണ്ടും ഒരു ടോക്കിംഗ് ഹേഴ്സെൽഫ്, വീണ്ടും അവൾ സംസാരിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഷി വാസ് സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിറ്റ്വീൻ ഹെർ പാരൻസിൻ്റെ ഇടയിലായിരുന്നു ഇവൾ നൈറ്റിൽ സ്ലീപ്പ് ചെയ്തിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഷീ ഈസ് നെവർ ടു ബി ഫ്രൈറ്റൻഡ്. ഒന്നും തന്നെ ഫ്രൈറ്റൻ ചെയ്യാൻ പേടിയൊന്നുമില്ലായിരുന്നു. സോ ഇവിടെ ബിഫോർ ഹെർ മാരേജിന് മുമ്പായിട്ട് അവിടെ പാരൻസ് അവളോട് പറയുന്നുണ്ട്, ഡോണ്ട് വറി, ദേ വിൽ പ്രോമിസ് ഹെർ. ഒന്നും നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാരൻറ്റ് എന്ത് ചെയ്യുന്നത്, അവളുടെ കല്യാണം കഴിച്ച് വിടുന്നത്. സോ അതൊക്കെ ആ ഒരു ചിന്തയിൽ ആ ഒക്കെ ഓർമ്മയിൽ ഇങ്ങനെ അവളിങ്ങനെ അവിടെ നിൽക്കുകയാണ് ആ വീട്ടിൽ, അലോൺ ഇൻ ദ റൂം. Rani sits staring blankly into the oven that begins to sob. Outside in the street, the Kapanna enters, carrying Kudava on his shoulder. She is blind. He is in early 20s. So Rani is sitting alone the room, looking blankly into the oven. ഓവനിലേക്ക് അല്ലെങ്കിൽ കിച്ചണിൽ ഓവനിലേക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ അവിടേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സോ ആൻഡ് ഷീ ബിഗാൻ ടു സോബ്. അവൾ കരയാൻ വേണ്ടി തുടങ്ങുന്നു. പുറത്ത് നമുക്കറിയാം ഓൺ സ്ട്രീറ്റിൽ, പിന്നെ സ്റ്റേജിലുള്ള കാഴ്ച പോകുന്നത് സ്ട്രീറ്റിലേക്കാണ്. അവിടെ കപ്പണ്ണ ബി ഓൾറെഡി സെഡ് അനദർ ക്യാരക്ടേഴ്സ് ആൻഡ് ഹീ ഈസ് ക്യാരിയിങ് ഹിസ് മദർ കുരുഡവ ഓൺ ഹിസ് ഷോൾഡർ. കുരുഡവ കപ്പണ്ണയുടെ മദറാണ്. ഷീസ് ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ കപ്പണ്ണയാണ് എല്ലായിടത്തേക്കും കുരുഡവനെ ഷോൾഡറിൽ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. സോ ഷീ ഈസ് ബ്ലൈൻഡ് ആൻഡ് ഹീ ഈസ് ഇൻ ഏർലി 20s. അവന് ബ്ലൈൻഡ് ആണെങ്കിലും ഷീ ഈസ് ബ്ലൈൻഡ്, കുരുഡവ ഈസ് ബ്ലൈൻഡ് ആൻഡ് ദ കപ്പണ്ണ ഈസ് ഇൻ ഹിസ് ഏർലി 20s. ഒരു 20 year ആയിട്ടുള്ള ഒരു സണ്ണാണ് കപ്പണ്ണ. ആൻഡ് ഹെർ മദർ കുരുഡവ എന്ന് പേര് വരാൻ കാരണം തന്നെ ഷീ ഈസ് ബ്ലൈൻഡ്, അവൾ ബ്ലൈൻഡ് ആണ്. ദാറ്റ് ഈസ് വൈ എല്ലായിടത്തേക്കും സണ്ണായിട്ടുള്ള കപ്പണ്ണയാണ് ക്യാരി ചെയ്തിട്ട് ഷോൾഡറിൽ ക്യാരി ചെയ്തിട്ടാണ് എല്ലായിടത്തേക്കും ഇവിടെ കൊണ്ടുപോകുന്നത്. സോ പിന്നെ ആ റാണിയുടെ ആ ഒരു സീന് കഴിഞ്ഞിട്ട് നേരെ സ്ട്രീറ്റിലേക്ക് അല്ലെങ്കിൽ നേരെ പിന്നെ സീന് വരുന്നത് ഇവരുടെ കോൺവേഴ്സേഷനാണ്. കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ കപ്പണ്ണ ആൻഡ് ഹിസ് മദർ Kurdava. So that we will discuss in our next class. Okay, thank you.